എല്ലാവർക്കും സുപ്രഭാതം. രാവിലെ എഴുന്നേറ്റിട്ട് പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വെച്ചു. നമ്മളെയും കാത്ത് കുറേ പേരൊക്കെ ഇവിടെ നിൽപ്പില്ലേ. നമ്മൾ ചെന്നില്ലേ പിന്നെ അവർക്കെന്താ ഒരു സന്തോഷം. അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, വെണ്ടത്തൈ, ചെറിയ ചെറിയ തൈയെ വെണ്ട നട്ടതും അത് മുളച്ചതും ഒക്കെ നിങ്ങളെ കാണിച്ചില്ലേ. കൂട്ടത്തിൽ ചീര വിത്തുമൊക്കെ വീണു, അവരുമൊക്കെ മുളച്ചിട്ടുണ്ട്. ആ വെണ്ടത്തൈ ഇന്ന് ഇത്രയും വൈകണ്ടോ. ഇന്നലെ ഞാൻ അതിൽ നിന്ന് പറിച്ചു വെച്ചതാ ഇതൊക്കെ. അലോവേരയും 2-3 ദിവസം മുമ്പേ കൊണ്ടുവന്നു. കോവൽ ഇതാ പടരാൻ തുടങ്ങി. കോവൽ രാവിലത്തെ എൻ്റെ പ്രഭാതങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ചങ്ങ് പോവും. മണിപ്ലാന്റ് അതിനിടയിൽ കൂടെ വളരുന്നു. ഈ ചീരയൊക്കെ നിങ്ങൾക്കറിയാവുന്ന ചീരകളല്ലേ, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ നുള്ളി 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 എടുക്കും തോറും അത് വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വടി കുത്തിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഒരു ചീനിച്ചട്ടി മേടിച്ചു, എത്ര നോക്കിയിട്ടും അത് തുരുമ്പ് പോകുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ. രാവിലെ ഇവരെയൊക്കെ ഒന്ന് കഴുകി തലോടി വിടുന്നത് ഇവർക്കും ഒരു സന്തോഷമല്ലേ. ഇതാ കാന്താരിയൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു നിരാശ, ഈ തക്കാളി ഞാൻ വളമൊക്കെ ഇട്ട് സമൃദ്ധമായിട്ട് കൊണ്ടുവന്നതാണ്. ഒരു കാ പോലും ഉണ്ടായില്ല. പൂ മുഴുവൻ പൊഴിഞ്ഞു പോയി. അന്ധവിശ്വാസമോ അവിവേകമോ. പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചെടിയൊക്കെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് നന്നായി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ കഥ എന്ന്. സത്യത്തിൽ അതിപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇവിടെ വന്നപ്പോൾ അതിലൊരാൾ, ടീച്ചർ വയ്യെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, തക്കാളിയൊക്കെ നന്നായിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുക. അതൊരു പക്ഷേ തോന്നലായിരിക്കാം. ഇതിലും ചീരയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ അതങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് പെൺപൂവായിരിക്കും. അല്ല സോറി, ആൺപൂവ്. പെൺപൂവേ, ഇതൊക്കെ ആൺപൂവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് കായ്ക്കാഞ്ഞത്. 2 ആൺപൂവാകുമോ അല്ലേ. ആൺപൂവാണെങ്കിലും ഇതൊക്കെ നമുക്കിത് കായ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിൻ്റെ കാര്യം. ഇതൊക്കെ കാണുന്നൊരു സംതൃപ്തിയല്ലേ നിങ്ങൾക്കോ. എനിക്കിത് രാവിലെ ഒരുപാട് ഉന്മേഷം തരുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു വാഴ ഒടിഞ്ഞു പോയി. ഇതാ അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ പോലെ 5 വാഴ ഒന്നിച്ചൊടിഞ്ഞ് കിടക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതിപ്പോൾ ഇതാ ഒരു വാഴ ഒടിഞ്ഞു വീണ് കിടക്കുക. ഇനിയിപ്പോൾ എത്ര എണ്ണം ഒടിയാൻ പോകുന്നോ ഈ വേനൽക്കാലത്ത്. നമ്മൾ തോരഞ്ഞു പോലും ആയിട്ടില്ലെന്ന് തോന്നല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുമ്പോൾ ഒരു സങ്കടമാണ്. കറിവേപ്പ് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കറിവേപ്പ്, വലിയ കറിവേപ്പൊക്കെ പോയി. ഈ തെങ്ങും തൈ ഇനി എന്നാകുമോ എന്തോ. 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞ് വെച്ചതാണ്. ഇപ്പോൾ ഒരു 3 മാസമായി. കൊണ്ടുവരുമ്പോൾ ഒരു ഇത്തിരിയേ ഉള്ളൂ, കുഞ്ഞ് ഒരു തൈ. ഇത് പിടിച്ച് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഇങ്ങനെയില്ല, ഓരോരോ കാര്യങ്ങൾ രാവിലെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ ഈ പുല്ലുകൾക്ക് പോലും ഉണ്ടാകുമല്ലോ ഓരോരോ കഥകൾ. ചീര ഇന്ന് ഇത് നുള്ളി നമുക്ക് തോരൻ വെക്കണം. കുറച്ച് ചീരയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പണ്ടത്തെ താമരക്കുളമാണ്. അതാണ് പിന്നീട് തൊട്ട് വീടാ കണ്ടോ. തൊട്ട് നമ്മുടെ മതിൽ കഴിഞ്ഞാൽ
പിന്നെ അങ്ങോട്ട് വീട് എല്ലാം വീടുകളാണ്. തൊട്ട് 4 മതിലും വീടുകളാണ്. കുറേ ദിവസമായി ഇവിടെയൊക്കെ ഒന്ന് തൊടിയൊക്കെ പറമ്പുകളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കുറേ ദിവസമായി. ഒരു മാന്തൈ പിടിക്കുമെന്ന് വിചാരിച്ചതല്ല, അതും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടേ മാങ്ങയൊക്കെ ആവുകയുള്ളൂ. കായ്ഫലം കിട്ടുമോ കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ അടുത്ത തലമുറകൾ അനുഭവിക്കട്ടെ, അവർ കഴിക്കട്ടെ. നമ്മൾ വെച്ചതൊന്നും അല്ലല്ലോ നമ്മൾ കഴിക്കുന്നതും. ഇതെൻ്റെ വാഴക്കൂട്ടങ്ങളാണ്. ഇഷ്ടംപോലെ വാഴയുണ്ട്, ഇഷ്ടംപോലെ കൊലയുണ്ടാവും, കുറേ ഒടിഞ്ഞു പോകും, കുറേ. പക്ഷേ ഇത് കൊണ്ടുപോകാനും എടുക്കാനും ഒന്നും ഇവിടെ ആളില്ലല്ലോ. ഒരു ഓട്ടോ വിളിച്ച് ഒരാൾ വന്ന് അത് വെട്ടി കടയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ഓട്ടോ കൂലിയും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും. അതേസമയത്ത് നമുക്ക് ഓരോ പടല ചുറ്റുമുള്ളവർക്ക് കൊടുത്താൽ അതങ്ങ് തീർന്നോളുമല്ലോ അല്ലേ. ഇത് ഞാൻ കഴിഞ്ഞ തവണ പാസ്പോർട്ട് പുതുക്കാൻ പോയപ്പോൾ അവിടെ ഒരു പുതിയ നഴ്സറി തുടങ്ങി. ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ്. 2 വർഷമായി. അവർ പറഞ്ഞ 3-ാം കൊല്ലം കായ്ക്കുന്ന. ഇതിൻ്റെ കൂടെ ഒരു പ്ലാന്തയും മേടിച്ചിരുന്നു. പ്ലാന്തൈ 3-ാം കൊല്ലം എന്ന് പറഞ്ഞു. 2 കൊല്ലവും 2 മാസമായപ്പോൾ തന്നെ അത് കായ്ച്ചു. ഒരു ചക്ക ഉണ്ടായുള്ളൂ. ഇവിടെയെല്ലാം വാഴക്കൂട്ടങ്ങളാണ് കേട്ടോ. വാഴക്കൂട്ടന്മാരാണ് ഇവിടെ എല്ലാം. അത് കൊടിച്ചെടി. ആ 2 കൊടിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും, കുരുമുളക്. ഇതും ഒരു തൈത്തങ്ങ. ഈ തൈത്തങ്ങ എൻ്റെ മോള് വരുമ്പം അവിടെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. മോള് മീൻസ് മരുമോള്. എനിക്ക് പെൺകുട്ടികളില്ലെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. 3 പെൺകുട്ടികളില്ലെങ്കിൽ 3 പെൺകുട്ടികളെ നല്ല പെൺകുട്ടികളെ, നല്ല മക്കളെ എനിക്ക് ദൈവം തന്നു. അതൊരു സന്തോഷം. നിങ്ങൾക്കുമൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. വരുന്ന കുട്ടികൾ അവരെ നമുക്ക് വീട്ടിൽ വരുന്ന കുട്ടി, നമ്മുടെ മക്കൾ, വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ, അവരവരുടെ വീടുമെല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ, ഉപേക്ഷിച്ചല്ല, എപ്പോഴും നമുക്ക് പെൺകുട്ടികൾക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലാനുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അല്ലേ. നമ്മുടെ വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെക്കാട്ടിൽ കൂടുതൽ സ്നേഹിക്കണം. അവർ വേറൊരു സ്ഥലത്തേക്ക് വരികയല്ലേ. അപ്പോൾ അവർക്കൊരുപാട് ആശങ്കകളും അപര്യാപ്തതകളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മളാണ് അതൊക്കെ പരിഹരിച്ച് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ചും അമ്മ. നമ്മൾ സ്നേഹത്തോട് അവരോട് പെരുമാറിയാൽ നമ്മുടെ ആൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതിനിടയിൽ കിടന്ന് ആൺപിള്ളേരല്ലേ വിഷമിക്കുന്നത് അല്ലേ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കുട്ടികളും ചിന്തിക്കണം അല്ലേ. അവരുടെ ഇത്രയും കാലം വളർത്തിയെടുത്ത് കൊണ്ടുവന്നോ. ഇന്നലെ വരെ അവരുടേത് മാത്രമായിരുന്ന മകനാണ്. അപ്പം അവർക്കും വിഷമമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ഇരിക്കണമെന്നുള്ളത് കുട്ടികളും വിചാരിക്കണം. അങ്ങനെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ അല്ലേ. നോക്കൂ, അത് ഞാൻ കൂട്ടത്തിലങ്ങ് തെങ്ങിൻ തൈയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ഒരു ലോക തത്വം. ഇപ്പം നമുക്കിതൊക്കെ ഓരോ ചെടികളായിട്ട് തോന്നുന്നു. ഇവർക്ക് വിചാരങ്ങളില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇവർക്കൊക്കെ വികാരവും വിചാരവും ഒക്കെ ഉണ്ട്. ഇവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. പക്ഷെങ്കിൽ ഇവർ വളരുന്നു, കായ്കനികൾ തരുന്നു. അപ്പോൾ അവർക്ക് ജീവനുണ്ട്. മനുഷ്യനെ പോലെ തന്നെ എല്ലാ വിചാരങ്ങളും അവർക്കും ഉണ്ട്. അവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം.
എല്ലാ ഭൂമിയിലെ ഏത് ചരാചരത്തിനും അചരത്തിനില്ല. ഇതെല്ലാം ചരങ്ങളാണ്. ഇതൊക്കെ ചരിക്കുന്നതാണ്, വളരുന്നതാണ്. ഇതൊക്കെ ജീവൻ ഉള്ളവയാണ്. ജീവനുള്ള ഏത് വസ്തുക്കൾക്കും ജീവനുള്ളവയ്ക്കൊക്കെ വികാര വിചാരങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ചെന്ന് അവരെ ഒന്ന് തൊടുമ്പോൾ, ഒന്ന് തലോടുമ്പോൾ എത്ര സ്നേഹം അവർ കാണിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. അവരെ സ്നേഹിച്ചാൽ നമുക്കതറിയും. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഇവരോട് വന്ന് കുറച്ച് കുശലങ്ങളും കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കും. അത് എനിക്കും സന്തോഷമാണ് കേട്ടോ. കാലിനൊരു സ്വാധീനക്കുറവുള്ളതുകൊണ്ട് അധികം ഇപ്പോൾ പുറത്തേക്ക് ഈ സൈഡിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല. എന്നാലും പതിയെ നടന്ന് വന്ന് ഇവരെയൊക്കെ ഒന്ന് കണ്ട് എൻ്റെ പ്രഭാതം ഞാൻ ധന്യമാക്കും. നിങ്ങൾക്കും അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യണം. ഒരു ഫ്ലാറ്റായാലും വില്ലയായാലും വാടക വീടായാലും ഇതുപോലെ കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് നമുക്ക് മനസ്സിന് ആനന്ദവും ഉന്മേഷവും ഉല്ലാസവും തരും. ചടഞ്ഞുകൂടി ഒരിക്കലും ഇരിക്കരുത് പ്രായമായി എന്ന് പറഞ്ഞ്. ഇരുന്നാൽ നമ്മൾ ഇരുന്ന് പോവും. നമ്മൾ ഊർജ്ജസ്വലരായി നേരത്തെ പോലോ അതിൽ കൂടുതലായിട്ടോ നമ്മൾ ഉന്മേഷം പ്രകടിപ്പിക്കണം. നമ്മളെ തളർത്താനും നമ്മളെ പ്രായമായ ഒരു മൂലയ്ക്കിരിക്കാനും പറയാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മളതൊന്നും ചെവി കൊടുക്കരുത്. നമുക്കിപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ നമുക്ക് പ്രാരാബ്ധങ്ങൾ, കുട്ടികൾ, അവരെ വളർത്തുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കർത്തവ്യങ്ങളും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാതൊന്നും ഒരു കുഞ്ഞ് വളർന്നു വരികയില്ല, പഠിച്ചു ഒരു നിലയിലാക്കാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫാണ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ മൊമെൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മളത് എടുക്കണം. ആ സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളതിനെയൊന്നും വകവയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് എനിക്കിന്ന് നിങ്ങൾക്ക് തരാനുള്ള, എല്ലാവർക്കും മൊത്തത്തിലും പ്രത്യേകിച്ച് പ്രായമായവർക്കും തരാനുള്ള ഒരു സുപ്രഭാത സന്ദേശം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. താങ്ക് യു സോ മച്ച്.